യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ഫേസ്ബുക്കിൽ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മധ്യ ആയിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹമെന്നത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു ആയിരുന്നിടത്തൊക്കെയും കോഴിതൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മറയിൽ മറയ്ക്കുന്നത് പോലെ എൻ്റെ ദൈവം തമ്പുരാൻ നമ്മെ മറച്ചു, നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുതലിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര തന്നെ ദൈവത്തെ സ്തുതിച്ചാലും മതിവരാത്ത നന്മകൾ കൊണ്ട് നിറച്ച് ഈ ലോകത്ത് ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതേ ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. അവൾ അവനോട് പറഞ്ഞത്, യജമാനാണ്. യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിഹസിക്കപ്പെട്ടവരുടെ നടുവിൽ ഏത് വിഷയത്തിനാണ് നിന്ദിക്കപ്പെട്ട ആ വിഷയത്തിൻ്റെ മറുപടിയുമായി സ്വർഗത്തിലെ ദൈവം നമ്മെ നിർത്തും. ആമേൻ. സ്തോത്രം. ചില പരിഹാസങ്ങൾ, ചില നിന്ദകൾ നിൻ്റെ ജീവിതത്തിനകത്ത് ഈ പൽക്കാലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലെ ഓർത്തുകൊള്ളുക. സ്തോത്രം. നിന്നെ മാനിപ്പിക്കുവാൻ ദൈവത്തിന് സമയമായി. ചില മാന്യതകൾ നിൻ്റെ ജീവിതത്തെ ദൈവം വെളിപ്പെടുത്തും. വെറുതെ കൊണ്ടുപോയി ദൈവം അവരുടെ മുമ്പാകെ നിർത്തില്ല. നീ ഏത് വിഷയത്തിനാണോ നിന്ദിക്കപ്പെട്ടത് ആ വിഷയത്തിൻ്റെ മറുപടിയുമായിട്ട് സ്വർഗത്തിലെ ദൈവം അവിടെ കൊണ്ടു ചെന്ന് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ നാം വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഹന്നയ്ക്ക് പൈതങ്ങളില്ല. സ്തോത്രം. അവൾ വേദനിക്കുക, അവൾ വ്യസനിക്കുക. സ്തോത്രം. അവിടെ വ്യസനം അതികഠിനമായിട്ട് അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഇങ്ങനെ 12-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ് സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവിടെ അതരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നത് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ ഞാൻ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ആമേൻ. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അവിടെ വേദനയുടെ മധ്യത്തിൽ, അവിടെ വ്യസനത്തിൻ്റെ മധ്യത്തിൽ അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവളെന്താ പ്രാർത്ഥിക്കുന്നതെന്ന് പുറത്ത് കേൾക്കുവാനായിട്ട് കഴിയുന്നില്ല. സ്തോത്രം. ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ഏലി പുരോഹിതൻ എന്ത് ചെയ്യുന്നു? ഇവളെന്താ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയേണ്ടതിനായിട്ട് സ്തോത്രം അവളെ സൂക്ഷിച്ച് നോക്കുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ അവൾ പ്രാർത്ഥിച്ചതെല്ലാം എന്തേ? അവിടെ ഹൃദയം കൊണ്ടാണ്. സ്തോത്രം. അവൾ വാ കൊണ്ടല്ല. അതായത് അവിടെ വ്യസനം അത്രത്തോടെ കാഠിന്യമായതുകൊണ്ട് അവിടെ വായിൽ നിന്ന് വാക്കുകളൊന്നും പുറത്തു വരാതെ അവൾ എന്ത് ചെയ്യുന്നു? ഹൃദയം കൊണ്ട് അവൾ കരയുക. സ്തോത്രം. ഹൃദയത്തെ ദൈവസ്ഥനെ പകരുക. സ്തോത്രം. ഹല്ലേലൂയ. അവൾ വാ അനങ്ങിയില്ല എന്ന് കാണുക. അതായത് അത്രത്തോളം അവിടെ ഹൃദയത്തിന് വേദന പിടിച്ചിരുന്ന ഒരു അനുഭവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇന്നപ്പോൾ സ്തോത്രം ഏലി പുരോഹിതന് തോന്നുവാനായിട്ട് ഇടയെത്തുന്നു. ഇവക്കെന്താ? ലഹരി പിടിച്ചിരിക്കുകയാണെന്ന് ഓർത്തുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ചിന്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ എത്രത്തോളം ലഹരി പിടിക്കുക, അതായത് അവൾ എത്രത്തോളം വ്യസനമുണ്ടോ അത്രത്തോളം അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്നത്രേ സ്തോത്രം ഏലി പുരോഹിതന് മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീർന്നത്. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വേദനയുടെ മൂർച്ഛന്യ അവസ്ഥയിൽ നിനക്ക് ചിലപ്പോൾ സ്തോത്രം നിന്റെ വായ് തുറന്ന് സംസാരിക്കുവാൻ കഴിയത്തില്ലായിരിക്കും.
വരുന്നില്ലായിരിക്കാം, നിന്റെ വായുകളിൽ നിന്ന് വാക്കുകൾ പുറത്ത് വരുന്നില്ലായിരിക്കാം, നിന്റെ ശബ്ദം പുറത്ത് കേൾപ്പാനില്ലായിരിക്കാം. പക്ഷേ നിന്റെ ഹൃദയം ദൈവത്തോട് പകർന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് പലതും തോന്നിയിരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ചില വേദനിക്കുന്ന വാക്കുകളൊക്കെയും നീ കേൾക്കേണ്ടതായിട്ട് വന്നിരിക്കാം. പക്ഷേ അവിടെ ഭാരപ്പെടേണ്ട. സ്തോത്രം, അവിടെ പറയുന്ന ഒരു കാര്യം, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം, അതിന് ഹന്ന പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, അങ്ങനെയല്ല യജമാനനെ, എന്താ അല്ല. സ്തോത്രം, ഞാൻ ലഹരി പിടിച്ചിരിക്കുന്ന വ്യക്തിയല്ല. സ്തോത്രം, മറിച്ച് എന്താ, ഹല്ലേലൂയ, ആ ലഹരിക്ക് പകരമായിട്ട് സ്തോത്രം അവിടെ ഹൃദയം വ്യസനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണെന്ന് അവൾ അവിടെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. പറഞ്ഞു, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ. ഹല്ലേലൂയ. അതേ, നിന്റെ മനോവ്യസനം നിന്റെ ജീവിതത്തിൽ വർദ്ധിക്കുമ്പോൾ, നിന്റെ വേദനയുടെ മധ്യത്തിൽ, നിന്റെ പ്രയാസത്തിന്റെ മധ്യത്തിൽ നീ ഭാരപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നിയിരിക്കാം. സ്തോത്രം, നീ ലഹരി പിടിച്ചിരിക്കുക, നിനക്ക് എന്തൊക്കെയോ സംഭവിച്ചു, ഇത് പറഞ്ഞിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ അവൾ പകരുന്ന ഒരു അനുഭവത്തെ കുറിച്ച് ഏലി പുരോഹിതനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം, പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ വേദനകൾ വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടെ കാണുന്നവർക്ക് ആർക്കും മനസ്സിലാകത്തില്ല. സ്തോത്രം, പക്ഷേ കാണുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ഹൃദയത്തെ പകരുവാനായിട്ട് ഇടയായി തീർന്ന, നിന്റെ വേദനയെ ഇറക്കി വയ്ക്കുവാനായിട്ട് ഇടയായി തീർന്ന, അതിന് പരിഹാരം തരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതേ, സ്തോത്രം, മനുഷ്യരോടല്ല നിന്റെ വിഷയത്തെ പറയേണ്ടത്, നിന്റെ വേദന ഇറക്കി വെക്കേണ്ടത്. നിന്റെ വ്യസനം വർദ്ധിക്കുമ്പോൾ, നിന്റെ വേദനകൾ വർദ്ധിക്കുമ്പോൾ, നിന്റെ പ്രയാസങ്ങൾ വർദ്ധിക്കുമ്പോൾ, നിന്റെ ഭാരത്തെ വിഷയത്തിന്റെ വേദനകൾ വർദ്ധിക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് വിട്ടുകൊടുത്ത് ദൈവസന്നിധിയിൽ പകരുവാനായിട്ട് കഴിയുന്നു വയ്ക്കൽ. നിന്റെ ജീവിതത്തിനകത്ത് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, ചില നിന്ദകൾ കേൾക്കാം. സ്തോത്രം, അതിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ചില പരിഹാസത്തിന്റെ വാക്കുകൾ നീ കേൾക്കേണ്ടി വരും. പക്ഷേ അവിടെ നിന്നെ മാനിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ചിലർക്ക് ചിലത് തോന്നിയിട്ട്, ഹല്ലേലൂയ, നീ നിലവിളിക്കുമ്പോൾ, നീ കരയുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ചിലർക്ക് പലതും തോന്നിയിരിക്കാം. പക്ഷേ ആ ചിലർക്ക് തോന്നുന്ന ഒരു ദൈവമല്ല, നിന്റെ അവസ്ഥയെ ഉള്ളതുപോലെ, ഹല്ലേലൂയ, നിന്റെ വേദനയുടെ ദുഃഖം എന്താണെന്നും നിന്റെ വേദനയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്ന ഒരു ദൈവമാണ് നിന്റെ കൂടെ ഉള്ളത്. ആ ദൈവത്തോടാണ് നീ നിന്റെ വ്യസനത്തെ പറയുന്നുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തെ പകരുന്നുണ്ടെങ്കിൽ, ഈ പൽക്കലം നീ ഉറച്ചു നിന്നുകൊള്ളുക. നിനക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉത്തരവുമായി നിർത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ വ്യസനത്തെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്റെ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, നമുക്ക് പകരുവാനായിട്ട് ഒരു പിതാവുണ്ട്. ആ പിതാവിന്റെ മുമ്പിലേക്ക് നമ്മുടെ ഭാരത്തെ ഇറക്കി വയ്ക്കുവാനായിട്ട് കഴിയണം, നമ്മുടെ വേദനകളെ ഇറക്കി വയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയണം. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന വായിച്ച ഭാഗത്ത് അവൾ അവനോട് പറഞ്ഞത്, യജമാനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്ന. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, അവൾക്ക് മറുപടി പറയുവാനായിട്ട് അവസരം ദൈവം ഒരുക്കി കൊടുക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എന്താ പറയുവാനായിട്ട് ഇടയായി തീർന്ന. സ്തോത്രം, അവളെ മറ്റു പലരും മറന്നു കാണും. സ്തോത്രം, നീ പ്രാർത്ഥിച്ച ഇടം ചിലപ്പോൾ മറന്നു കാണും. നീ സ്തോത്രം വേദനിച്ച് കരഞ്ഞത്, ഹൃദയത്തെ പകർന്നുകൊണ്ടിരുന്നവർ, നിന്നെ കണ്ടവരൊക്കെ നിന്നെ മറന്നു പോയി കാണും. പക്ഷെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഹന്നയെ ഓർക്കാതിരിക്കുമ്പോഴും സ്തോത്രം, ഹന്ന അവിടെ ചെന്ന് നിന്നിട്ട് ഏലി പുരോഹിതനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, യജമാനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അത് എവിടെയാണോ, സ്തോത്രം, ഹല്ലേലൂയ, നീ കരയുവാനായിട്ട് ഇടയായിത്തീർന്നത്, എവിടെയാണോ നീ വേദനിക്കേണ്ടി വന്നത്, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാക്കുന്നു. അതേ സ്ഥലത്ത്, ഹല്ലേലൂയ, നീ വ്യസനം കൊണ്ട് നിന്റെ ഹൃദയത്തെ എവിടെയാണ് പകർന്നത്, ആ വ്യസനത്തിന്റെ കാഠിന്യ മുഖാന്തരം നീ ദൈവത്തിന് ഹൃദയം പകരുവാനായിട്ട് ഇടയിൽ തീർന്നപ്പോൾ നീ എവിടെയാണ് നിന്ന് ഏൽക്കേണ്ടി വന്നത്, നീ എവിടെയാണ് പരിഹാസത്തിന്റെ വാക്ക് കേൾക്കേണ്ടി വന്നത്, അതേ സ്ഥലത്ത് നിന്നെ വീണ്ടും കൊണ്ട് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, നീ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. എന്തിനാ മടക്കി
ഉയർത്തിക്കൊണ്ട് വരുന്ന സ്തോത്രം പറയുവാനായിട്ട് ഹന്നയ്ക്ക് ഒരു കാര്യമുണ്ട് സ്തോത്രം. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എന്തിനാ അവൾ ഹൃദയത്തെ ദൈവസനെ പകർന്നു കൊണ്ടിരുന്നത്? ഒരു ബാലന് വേണ്ടി എത്ര സ്തോത്രം, ഒരു ബാലന് വേണ്ടി. നാം ആദ്യം കണ്ടു സ്തോത്രം, അവൾ മനോവ്യസനമുള്ള ഒരു സ്ത്രീ എന്ന് മാത്രമേ ഏലി പുരോഹിതനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അവൾ എന്തിനാണ് മനോവ്യസനിക്കേണ്ടി വന്നതെന്ന് അവൾ ഏലി പുരോഹിതനോട് പറയേണ്ടി വന്നില്ല. പക്ഷെ അവൾ പറഞ്ഞത് എന്താ? ദൈവത്തോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു, യഹോവയോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവവൈദ്യരെ, എല്ലാവരോടും എല്ലായ്പ്പോഴും നിന്റെ വിഷയത്തെ ഷെയർ ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷെ നീ പറയേണ്ട ദൈവത്തോട് നിന്റെ വിഷയത്തെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷയത്തിന്റെ മറുപടി, ഇതിനു വേണ്ടി എത്രയും ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചത്, ഈ ബാലന് വേണ്ടി എത്രയും ഞാൻ പ്രാർത്ഥിച്ചത്, ഇന്ന വിഷയത്തിന് വേണ്ടി എത്രയും ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞതെന്ന് പറയത്തക്ക രീതി സ്തോത്രം എന്റെ ദൈവം നിനക്ക് മാനിക്കും. ദൈവം നിന്റെ ജീവിതത്തെ മറുപടി തരുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം. നീ കരഞ്ഞയിടത്ത്, നീ ഹൃദയം പകർന്ന ഇടത്ത്, മറ്റൊരിടത്ത് കൊണ്ടുപോയല്ല ദൈവം നിന്നെ മാനിക്കുന്നത്, നിന്റെ വിഷയത്തിന്റെ മറുപടി തരുന്നത്. നീ എവിടെ ഇരുന്ന് കരഞ്ഞുവോ, നീ എവിടെ ഇരുന്ന് നിന്റെ ഹൃദയം വ്യസനം കൊണ്ട് ദൈവസ്ഥനെ പകർന്നു സ്തോത്രം, എവിടെ ഇരുന്ന് കൊണ്ട് നീ നിന്ന് കേൾക്കേണ്ടി വന്നു, എവിടെ നീ പരിഹാസത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടി വന്നു, ഹല്ലേലൂയ, അവിടെ എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ നിർത്തുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്ന സ്തോത്രം. അതേ, നമ്മുടെ അപേക്ഷകൾ കൊടുക്കുവാനായിട്ട് നമുക്കൊരു പിതാവുണ്ട് സ്തോത്രം. നമ്മുടെ അപേക്ഷയെ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട് സ്തോത്രം. നമുക്കറിയാം സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യരോട് നാം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ അവർ സ്വീകരിക്കണമെന്നില്ല. ഒരു ഓഫീസിൽ കടന്നു പോയിട്ട് നാം ഒരു പേപ്പറിൽ ഒരു നിവേദിതം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരെ സ്തോത്രം നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ സ്തോത്രം ആ പേപ്പറിനെ അവർ ചൂറ്റി അവർ വേസ്റ്റ് ബോക്സിൽ ഇടും സ്തോത്രം. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, നീ ദൈവസന്നിധിയിൽ എന്റെ യഹോവയുടെ പാദപീഠത്തിൽ നീ ഒരു അപേക്ഷ കൊടുത്തു കളഞ്ഞ, ഹല്ലേലൂയ, ചുരുട്ടിക്കളയാത്ത ഒരു ദൈവമുണ്ട്, വേസ്റ്റ് ബോക്സിൽ ഇടാത്ത ഒരു ദൈവമുണ്ട്. നീ നിവേദിതം എഴുതി കൊടുക്കുന്ന സമയത്ത് തന്നെ ഫയലിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നിനക്കുള്ളത്. എന്തിനാ സൂക്ഷിച്ചു വെക്കുന്നത്? നിന്നെ തക്ക സമയത്ത് ആ അപേക്ഷയുടെ മറുപടി തന്ന് ദൈവത്തിന് നിന്നെ നിർത്തേണ്ടതിന് വേണ്ടി സ്തോത്രം. ഈ രാത്രി പാൽക്കാലം പ്രിയ ദൈവവിധലേ, നിന്റെ അപേക്ഷ തള്ളിക്കളയാത്തൊരു ദൈവം, നിന്റെ അപേക്ഷ വലിച്ചീറി കളയാത്ത ദൈവം. നീ എന്താണ് യഹോവയോട് അപേക്ഷിച്ചത്? അതിന് മറുപടി തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് നിനക്ക്. ഹല്ലേലൂയ. ഈ രാത്രി പാൽക്കാലം സ്തോത്രം, നീ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഞാൻ ഒത്തിരി നാളായി ദൈവസേന എന്റെ വിഷയത്തെ പകർന്നിട്ട് ഞാൻ അപേക്ഷ കൊടുത്തിട്ട് എനിക്ക് മറുപടി ഇല്ലല്ലോ, എന്റെ ജീവിതത്തിനകത്ത് ഇനി ഒരു മറുപടി ലഭിക്കുമോ, എന്റെ വിഷയത്തിനകത്ത് ഒരു വിടുതൽ ലഭിക്കുമോ, ഞാൻ വേദനിച്ചത് വെറുതെയായി തീർന്നു, ഞാൻ അപേക്ഷ കൊടുത്ത് വെറുതെയായി തീർന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, ലോകം നിന്നെ മറന്നു പോയിരിക്കാം. നീ എവിടെ ഇരുന്നു കരഞ്ഞു, അവർ നിന്നെ മറന്നിരിക്കാം സ്തോത്രം. നിന്നെ പരിഹസിച്ചവർ നിന്നെ മറന്നുപോയിരിക്കാം. നിന്നെ എന്തിനാണ് നിന്ദിച്ചത് അതവർ മറന്നുപോയിരിക്കാം. പക്ഷെ നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ ഹല്ലേലൂയ അവരൊക്കെ മറക്കുമ്പോഴും നീ നിന്ദിക്കപ്പെട്ട നിന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട് സ്തോത്രം. ലോകം നിന്നെ നിന്ദിക്കുമ്പോഴും സ്തോത്രം, അവർ നിന്നെ മറന്നു കളയുമ്പോഴും നിനക്ക് ചെന്ന് മറുപടി പറയത്തക്ക രീതി, ഇന്ന വിഷയത്തിന് വേണ്ടി ഇതിനു വേണ്ടി എത്രേ ഞാൻ കരഞ്ഞത്, ഹൃദയത്തെ ദൈവത്തിന് പകർന്നതെന്ന് പറയത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ടിടയത്തിനും. അങ്ങനെ ഈ രാത്രി പാൽക്കാലം ഞാൻ പറയട്ടെ, പ്രിയ ദൈവ പൈതലേ, നീ അപേക്ഷ കൊടുക്കേണ്ടടുത്ത് അപേക്ഷ കൊടുത്തു കളഞ്ഞാ തക്ക സമയത്ത് ഹല്ലേലൂയ എന്റെ കർത്താവ് അവിടെ മറുപടിയുമായിട്ട് നിർത്തുവാനായിട്ട് ഇടയെത്തിരും. നീ ഏത് വിഷയത്തിനകത്താണോ നിന്ദിക്കപ്പെട്ടത്, നാം നിന്ന ഏൽക്കുമ്പോ പരിഹാസം ഏൽക്കുമ്പോ ഒന്ന് ഓർത്തുകൊള്ളണം സ്തോത്രം. ഹല്ലേലൂയ, മറ്റാർക്കും ലഭിക്കാത്ത എന്തോ ഒന്ന് സ്തോത്രം. ഹല്ലേലൂയ, അത് ആർക്കും കൊടുക്കാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് വെളിപ്പെടുത്തി തരുവാൻ ടൈമായി എന്ന് സ്തോത്രം. നിന്ന കേട്ടുകൊണ്ട് വേദന അനുഭവിച്ചുകൊണ്ട് നീ വേദനിച്ചു പോകുവാനല്ല സ്തോത്രം, അവിടെ കാണുവാൻ സാധിക്കുന്ന സ്തോത്രം. അവൾ പ്രാർത്ഥിച്ചു. അവൾ എന്ത് ചെയ്യുന്നു? അവളുടെ സങ്കടത്തിന്റെ വ്യസനത്തിന്റെ ആധിക്യം കൊണ്ട് സംസാരിച്ചിട്ട് അവൾ എന്ത് ചെയ്യുന്നു? അവൾ പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. 18-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു.
19 വാക്യത്തിൽ അനന്തരം അവർ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമേ തങ്ങളുടെ വീട്ടിലേക്ക് പോയി എന്ന് കാണുവാൻ സാധിക്കുന്നു. അതേ പ്രിയ ദൈവവേദനെ, നീ പോകുമ്പോൾ നീ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചിട്ട് നിന്റെ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നീ മടങ്ങി പോകുമ്പോൾ സ്തോത്രം, നിന്റെ മുഖം വാടാൻ ഇടയാക്കാത്ത ഒരു ദൈവമുണ്ട് സ്തോത്രം. കാരണം എന്താ? നിന്റെ അപേക്ഷയെ സീൽ വയ്ക്കും. എൻ്റെ സ്വർഗത്തിലെ ദൈവം ആ സമയം തന്നെ സീൽ വയ്ക്കും. ആ സാധ എപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരേണ്ടത്, അതിൻ്റെ മറുപടി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തന്ന് ദൈവം നിന്നെ നിർത്തുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ ഈ പാൽക്കാലം ഞാൻ പറയട്ടെ, നീ എവിടെയാണോ പരിഹസിക്കപ്പെട്ടത്, ഏത് വിഷയത്തിനകത്താണോ നീ നിന്ദിക്കപ്പെട്ടത്, ആ വിഷയത്തിന്റെ മറുപടിയുമായിട്ട് നീ നിന്ദിക്കപ്പെട്ട അതേ സ്ഥലത്ത് എൻ്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ നിർത്തും. ഹല്ലേലൂയ. ഈ പാൽക്കാലം നീ വ്യക്തമായിട്ട് ഈ വചനത്താൽ നീ ബലപ്പെടുക, നീ ധൈര്യപ്പെടുക. നിന്നെ നിന്ദിച്ചവരുടെ മധ്യേ മാനിപ്പിക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, നിന്റെ അപേക്ഷ തള്ളിക്കളയാത്തൊരു ദൈവം നിന്റെ ഹൃദയത്തിൽ ഈ പകൽക്കാലം നിന്റെ വേദനയുടെ കാഠിന്യം ഒരു സൈഡിൽ ഉണ്ടായിരിക്കാം. എൻ്റെ ജീവിതത്തിന് വിടുതൽ നടക്കത്തില്ല എന്ന് ചിന്തിക്കാനല്ല, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തെ ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ പകരം പ്രിയ ദൈവ പൈതലേ. ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് പകരാമോ നിന്റെ ഹൃദയത്തെ? മനുഷ്യരോട് നീ ഒത്തിരി പറഞ്ഞു ആയിരിക്കും സ്തോത്രം, അവർ പലരും പറഞ്ഞു കാണും ഞങ്ങൾ പ്രാർത്ഥിക്കാം, പക്ഷെ അതല്ല സ്തോത്രം. നിന്റെ ഹൃദയത്തെ ഈ പകൽക്കാലം സ്തോത്രം ദൈവസന്നിധിയിലൊന്ന് പകരം സ്തോത്രം. വെള്ളം പോലെ നിന്റെ ഹൃദയത്തെ അപ്പാ എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നിന്റെ വേദനയുടെ മധ്യത്തിൽ, നിന്റെ നിരാശയുടെ മധ്യത്തിൽ നീ അപ്പാ എന്നൊരു വിളിച്ച വിളിയില്ലേ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വ്യസനത്തിന്റെ കാഠിന്യത്തിൽ നിന്നുകൊണ്ട് ആ വിളിച്ച വിളിയുടെ നടുവിൽ അവിടെയാ ഹല്ലേലൂയ. നിനക്ക് ചിലപ്പോൾ ഭവനത്തിൽ പോയിരുന്നിട്ട് വിളിക്കാൻ അവസരം കിട്ടിയില്ലായിരിക്കാം. നീ എവിടെയാണ് വേദനിച്ചത് അവിടെ നിന്നുകൊണ്ട് നീ അരങ്ങിക്കൊണ്ട് ഹൃദയം തകർന്ന അനുഭവത്തിൽ നിന്നുണ്ട് അപ്പാ എന്നൊരു വിളിച്ചില്ലേ സ്തോത്രം. ആ വിളി സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട് ഈ പകൽക്കാലം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആ വിളി ആർക്കും തടയാൻ പറ്റാത്ത ഒന്നാ, ഈ ലോകശക്തിക്ക് തടയാൻ പറ്റാത്ത ഒന്നാ. അത് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. നിന്റെ നിലവിളുടെ ശബ്ദം. ഹല്ലേലൂയ. നിന്റെ അപ്പ എന്നുള്ള ഹൃദയ തകർച്ചയുടെ നടുവിൽ നിന്നുള്ളൊരു വിളി സ്തോത്രം. അതുകൊണ്ട് ആ വചനത്തിൽ പറയുന്ന ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ സംരക്ഷിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അതേ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിച്ച് കളയാത്ത ദൈവം. നിന്റെ തകർച്ചയും നിന്റെ നുറുക്കവും കാണുമ്പോൾ ലോകർക്ക് തോന്നിയിരിക്കാം നിന്റെ ജീവിതത്തിന് എന്തോ പറ്റി എന്ന്. പക്ഷേ ഹല്ലേലൂയ, അതല്ല സ്തോത്രം. എന്താണെന്ന് തെളിയിച്ചു തരുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം. എന്താണെന്ന് തെളിയിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയിരിക്കുന്ന ദൈവ പൈതലേ സ്തോത്രം. തകർന്ന അനുഭവത്തിലിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ മുറിവുകളെ കെട്ടുന്ന ഒരു ദൈവം. നിന്റെ വ്യസനം വർദ്ധിക്കുമ്പോഴും വീണ്ടും നിന്റെ മുറിവുകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക സ്തോത്രം. നിന്റെ മുറിവുകളെ കെട്ടുവാൻ സമയമായി. നിന്റെ മുറിവുകളെ കെട്ടുവാൻ സമയമായി. എൻ്റെ കർത്താവിൻ്റെ കരം നിന്നെ തൊടും സ്തോത്രം. നിനക്ക് സന്തോഷിക്കുവാൻ ഒരു അവസരം ദൈവം തരും. നിന്റെ ഹൃദയം യഹോവയാൽ ആനന്ദിക്കത്തക്ക രീതിയിൽ ചില മറുപടികൾ ദൈവം തരും. ഹല്ലേലൂയ. അതേ 1-ാം അധ്യായത്തിൽ അവൾ വ്യസനം കൊണ്ട് നിന്ന് അനുഭവിക്കേണ്ടി വന്നു. ഹൃദയത്തെ ദൈവത്തിന് പകരേണ്ടി വന്നു. അതിൻ്റെ നടുവിൽ അവൾ വീണ്ടും വേദന അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ ആ ഒരു അധ്യായം തീരുന്നതിന് മുമ്പേ അവൾ എവിടെ നിന്നുകൊണ്ട് നിന്ന് അനുഭവിക്കേണ്ടി വന്നു, എവിടെ ഇരുന്നുകൊണ്ട് ഹൃദയം ദൈവത്തിന് പകരുവാനായിട്ട് ഇടയായി തീർന്നു, അവിടെ എൻ്റെ സ്വർഗത്തിലെ ദൈവം അവളെ മറുപടിയുമായി നിർത്തിയെങ്കിൽ ഈ പാൽക്കാലം ഞാൻ പറയട്ടെ, നീ എവിടെയാണ് നിന്ദിക്കപ്പെട്ടത്, നീ എവിടെ ഇരുന്നു കൊണ്ടാണ് വ്യസനം കൊണ്ട് ദൈവസന്നിധി നിന്റെ ഹൃദയത്തെ പകർന്നത്, അതേ സ്ഥലത്ത് മറ്റൊരിടത്ത് കൊണ്ടുപോയല്ല, മറ്റൊരു ഇടം തേടി നിന്നെ കൊണ്ടുപോകാൻ ഇടയാക്കത്തില്ല. നീ കരഞ്ഞ ഇടത്ത്, നീ നിലവിളിച്ച ഇടത്ത്, നീ വേദന അനുഭവിക്കേണ്ടി വന്ന ഇടത്ത്, നിന്റെ ഹൃദയം തകർച്ചയിലേക്ക് കടന്നുപോയ ഇടത്ത് എൻ്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ ആദരിക്കും. ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയത്തിനും. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ പരിഹസിച്ചവരുടെ നടുവേ നീ നിന്ദിക്കപ്പെട്ട വിഷയത്തിന്റെ മറുപടിയുമായിട്ട് എൻ്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ നിർത്തും, നിന്നെ മാനിക്കും. നിനക്ക് പറയുവാൻ ഒരു സാക്ഷിയുമായിട്ട് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്ത് രാജാക്കൾക്ക് സ്തുതിക്കുന്നു. ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ,
ഇവർ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, ഇവരുടെ വ്യസനത്തിൻ്റെ കർത്താവേ വിഷയം എന്താണ്? എൻ്റെ അപ്പൻ അറിയുന്നതിനാ സ്തോത്രം. അങ്ങയുടെ സന്നിൽ തന്ന അപേക്ഷയെ ഉപേക്ഷിച്ച് കളയാത്ത ദൈവം, അവർ നിന്ദിക്കപ്പെട്ട ഇടത്ത് കർത്താവേ, അവർ മുറിവേൽക്കപ്പെട്ട ഇടത്ത്, അവർ വേദന അനുഭവിക്കേണ്ടി വന്ന ഇടത്ത് എൻ്റെ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ മറുപടിയുമായി നിർത്തി മാനിപ്പിക്കണമേ. അങ്ങയുടെ ജനം യഹോവയിൽ ആനന്ദിക്കത്തക്ക രീതിയിൽ ഒരു ദൈവീയ പ്രവൃത്തിയുടെ കരം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ ജനത്തിന്മേൽ വെളിപ്പെടട്ടെ. എല്ലാ നിരാശകളും മാറട്ടെ, എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ വേദനകളും മാറട്ടപ്പാ. അവർ കർത്താവേ ഹന്ന എഴുന്നേറ്റ് പോയതുപോലെ അവളുടെ മുഖം വാടിയില്ല എന്ന് വചനത്തിൽ കാണുന്നു. മുഖം വാടുവാനല്ല, അവൾ എഴുന്നേറ്റ് പോട്ടെ. തിരിച്ചു മറുപടിയുമായിട്ട് അതേ സ്ഥലത്ത് കൊണ്ട് നിർത്തി മാനിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ, ഓരോ കുടുംബങ്ങളുടെ മേൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജനത്തിനിടയിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് സ്വർഗത്തിലെ ദൈവം അത് ചെയ്യുന്നതിനായ സ്തോത്രം, അത്ഭുതം ചെയ്യുന്നതിനായ സ്തോത്രം. അങ്ങയുടെ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം, മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.